ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സ്ട്രോങ് ആക്സിയം ആൻഡ് വീക്ക് ആക്സിയം എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്ട്രോങ് ആക്സിയം ആൻഡ് വീക്ക് ആക്സിയം. നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്, അതായത് റിവീൽഡ് പ്രിഫറൻസ് അറിയാത്തവർക്ക് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഇവിടെ ഇട്ടേക്ക്, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അത് സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്, അതായത് SARP എന്ന് പറയും. ആൻഡ് ദ വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്, അതായത് WARP എന്ന് പറയും. ഇത് രണ്ട് കോൺസെപ്റ്റുകളാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആർ പ്രിൻസിപ്പിൾസ് ഇൻ എക്കണോമിക്സ് ദാറ്റ് എൻഷുർ കൺസിസ്റ്റൻസി ഇൻ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിലെ കൺസിസ്റ്റൻസിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വെൻ മേക്കിംഗ് ചോയ്സ്, അതായത് ഒരു കൺസ്യൂമർ ഒരു ചോയ്സ് നടത്തുമ്പോഴത്തേക്ക് അത് കൺസിസ്റ്റൻ്റ് ആയിട്ടാണോ നടത്തുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും, അതായത് സ്ട്രോങ് ആക്സിയവും വീക്ക് ആക്സിയവും. ഓക്കെ, ദേ ഇവാലുവേറ്റ് വെദർ എ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ആർ ലോജിക്കൽ ആൻഡ് റാഷണൽ. അതായത് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ്, അദ്ദേഹം ചൂസ് ചെയ്ത കാര്യം ലോജിക്കലായിട്ടാണോ അല്ലെന്നുണ്ടെങ്കിൽ യുക്തിപരമായിട്ടാണോ റാഷണൽ ആയിട്ടാണോ തിരഞ്ഞെടുത്തതെന്നാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് വീക്ക് ആക്സിയം നോക്കാം. വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്, അതായത് WARP. അതായത് ദ വീക്ക് ആക്സിയം ഈസ് എ ബേസിക് റൂൾ ഓഫ് കൺസിസ്റ്റൻസി. അതായത് കൺസിസ്റ്റൻസിയുടെ ഒരു ബേസിക് റൂളാണ് വീക്ക് ആക്സിയം എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് മനസ്സിലാക്കാം. ഇറ്റ് ഫോക്കസസ് ഓൺ എ സിംഗിൾ പെയർ ഓഫ് ചോയ്സസ്. അതായത് വീക്ക് ആക്സിയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിന് ഉദാഹരണം നോക്കാം. ഇഫ് എ കൺസ്യൂമർ ചൂസസ് വൺ ബണ്ടിൽ A ഓവർ അനദർ ബണ്ടിൽ B. അതായത് ഇവിടെ രണ്ട് ബണ്ടിൽസ് ആണ് കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ളത്, എയും ബിയും. അതായത് കൺസ്യൂമറിന് കൂടുതൽ ഇഷ്ടപ്പെട്ട A ആണ്, അതുകൊണ്ട് കൺസ്യൂമർ A എന്ന ബണ്ടിൽ ചൂസ് ചെയ്തു. വെൻ ബോത്ത് ആർ അഫോർഡബിൾ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ട് ബണ്ടിലും കൺസ്യൂമറിന് അഫോർഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കൺസ്യൂമർ A എന്ന ബണ്ടിൽ തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനെന്തോ പ്രത്യേകത അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ they should never choose B over A. അതായത് ഏതൊരു സാഹചര്യത്തിലും കൺസ്യൂമർ എന്ത് ചെയ്യത്തില്ല, A എന്ന ബണ്ടിൽ മാറ്റി B എന്ന ബണ്ടിൽ ചൂസ് ചെയ്യത്തില്ല. ഇൻ എനി അതർ സിറ്റുവേഷൻ വെയർ ബോത്ത് ആർ സ്റ്റിൽ അഫോർഡബിൾ. എപ്പോഴും രണ്ട് ബണ്ടിൽ അഫോർഡബിൾ ആയിരുന്നാലും ഇങ്ങനെ കൺസ്യൂമർ ചെയ്തില്ല, എപ്പോഴും A തിരഞ്ഞെടുക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. സിറ്റുവേഷൻ 1ൻ്റെ കാര്യത്തിൽ ദ കൺസ്യൂമർ ചൂസസ് A ഓവർ B. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൺസ്യൂമർ A ആണ് ചൂസ് ചെയ്യുന്നത്, B റിജക്റ്റ് ചെയ്യുകയാണ്. വെൻ ബോത്ത് ആർ അഫോർഡബിൾ, രണ്ടും കൺസ്യൂമർ വാങ്ങാൻ കഴിയുന്ന അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെയാണ്, എന്നാലും കൺസ്യൂമർ A ആണ് തിരഞ്ഞെടുക്കുന്നത്. സിറ്റുവേഷൻ 2-ലാണെന്നുണ്ടെങ്കിൽ ഇഫ് B ഈസ് ചൂസൺ, അതായത് നേരെ മറിച്ച് കൺസ്യൂമർ B ചൂസ് ചെയ്തെന്ന് വെച്ചോളൂ. വെൻ A ഈസ് സ്റ്റിൽ അഫോർഡബിൾ, അപ്പോൾ രണ്ടും അഫോർഡബിൾ ആണ്, എന്നാൽ രണ്ടാം സിറ്റുവേഷനിൽ കൺസ്യൂമർ B ചൂസ് ചെയ്താൽ ഇറ്റ് വയലേറ്റ്സ് WARP. അപ്പോൾ ഈ വീക്ക് ആക്സിയത്തിൻ്റെ റൂൾസ് വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ കീ പോയിന്റ് നോക്കാം. WARP, അതായത് വീക്ക് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ് പ്രിവെൻസ് കോൺട്രാഡിക്ഷൻസ് ഇൻ ഡയറക്റ്റ് കമ്പാരിസൺസ്. അതായത് ഡയറക്റ്റ് കമ്പാരിസണിലുള്ള കോൺട്രാഡിക്ഷൻസ്, അതായത് വൈരുദ്ധ്യങ്ങൾ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലും രണ്ട് ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എയും ബിയും ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും A ചൂസ് ചെയ്തു ഞാൻ പറഞ്ഞു, അതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ബട്ട് ഇറ്റ് ഡസൻറ്റ് കൺസിഡർ ട്രാൻസിറ്റിവിറ്റി ഓർ സൈക്കിൾ. അതായത് സൈക്കിൾസ് ആയിട്ടുള്ള ഒരു ചോയ്സ് ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ കീ പോയിന്റ്. ഇനി നമുക്ക് അടുത്തത് സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ്, അതായത് SARP എന്താണെന്ന് നോക്കാം. അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. അതായത് ദ സ്ട്രോങ് ആക്സിയം ബിൽഡ്സ് ഓൺ WARP. അതായത് സ്ട്രോങ് ആക്സിയം എന്ന് പറയുന്നത് വീക്ക് ആക്സിയത്തിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അത് ബിൽഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ആഡിങ് ദ ഐഡിയ ഓഫ് ട്രാൻസിറ്റിവിറ്റി. അതായത് വീക്ക് ആക്സിയത്തിൽ ട്രാൻസിറ്റിവിറ്റിയുള്ള ഐഡിയ ഇല്ലെന്നല്ലേ പറയുന്നത്. അപ്പം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്ട്രോങ് ആക്സിയം ബിൽഡ് ചെയ്തേക്കുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് കൺസിസ്റ്റൻസി അക്രോസ് ഓൾ ചോയ്സസ്. അതായത് എല്ലാ ചോയ്സിലും ഒരു കൺസിസ്റ്റൻസി ഉള്ളതാണ് സ്ട്രോങ് ആക്സിയം എന്ന് പറയുന്നത്. നോട്ട് ജസ്റ്റ് പേഴ്സ്, അതായത് പേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ആൻഡ് എലിമിനേറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് സൈക്ലിക്കൽ പ്രിഫറൻസ്. അതായത് സൈക്ലിക്കൽ പ്രിഫറൻസിൻ്റെ പോസിബിലിറ്റി ഇത് എലിമിനേറ്റ് ചെയ്യുകയാണ്. അതായത് അതാണ് ഈ പറയുന്നത്, ഇഫ് A ഈസ് പ്രിഫേർഡ് ടു B, അതായത് എയും ബിയും രണ്ട് ചോയ്സ് ഉള്ളപ്പോഴത്തേക്ക് കൺസ്യൂമർ A പ്രിഫർ ചെയ്തു. ആൻഡ് B ഈസ് പ്രിഫേർഡ് ടു C, അതായത് ബിയും സിയും ഉള്ളപ്പോൾ കൺസ്യൂമർ B പ്രിഫർ ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ദെൻ A മസ്റ്റ് ബി പ്രിഫേർഡ് ടു C. അതായത് എയും സിയും ഉള്ളപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ എന്ത് തന്നെ പ്രിഫർ ചെയ്യണം, A തന്നെ പ്രിഫർ ചെയ്യണം. അതായത് രണ്ടാമത്തെ സാഹചര്യത്തിൽ ബിയും സിയും ഉള്ളപ്പോൾ അവിടെ എയുടെ ആബ്സെൻസ് ഉണ്ട്. ഓക്കെ, എന്നാൽ മൂന്നാമത്തെ സാഹചര്യത്തിൽ എയും സിയും ഉള്ളപ്പോഴത്തേക്ക് കൺസ്യൂമർ എന്ത് തന്നെ പ്രിഫർ ചെയ്യണം, A പ്രിഫർ ചെയ്യണം. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിറ്റുവേഷൻ 1-ൽ A ഈസ് ചൂസൺ ഓവർ B. അതായത് എയും ബി ഉള്ളപ്പോഴത്തേക്ക് കൺസ്യൂമർ A ചൂസ് ചെയ്തു. സിറ്റുവേഷൻ 2-ൽ B ഈസ് ചൂസൺ ഓവർ C. അതായത് ബിയും സിയും ഉള്ളപ്പോഴത്തേക്ക് അവിടെ എയുടെ ആബ്സെൻസ് ആണ്, കൺസ്യൂമർ എന്ത് ചെയ്തു, B ചൂസ് ചെയ്തു. അക്കോർഡിംഗ് ടു SARP, അതായത് സ്ട്രോങ് ആക്സിയത്തിൽ വരുന്നത് എന്താണ്, A മസ്റ്റ് ബി ചൂസൺ ഓവർ C. എന്താണ്, A എന്ത് ചെയ്യണം, എയും സിയും മാത്രം ഉള്ളപ്പോഴത്തേക്ക് A ആണ് കൺസ്യൂമർ ചൂസ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് കേസിൽ A ചൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അത് കീ പോയിന്റിൽ മനസ്സിലാക്കേണ്ടത് SARP, അതായത് സ്ട്രോങ് ആക്സിയം റിവീൽഡ് പ്രിഫറൻസ് എൻഷുവേഴ്സ് ദാറ്റ് കൺസ്യൂമർ പ്രിഫറൻസസ് ആർ കൺസിസ്റ്റൻറ്റ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് കൺസ്യൂമർ ആദ്യ സാഹചര്യം A ചൂസ് ചെയ്തുകൊണ്ട് ഇനി A എവിടെ ഉണ്ടെങ്കിലും കൺസ്യൂമർ A ചൂസ് ചെയ്തുള്ളൂ. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആൻഡ് ലോജിക്കൽ ഓവർ
മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് കമ്പാരിസൺ. അതായത് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് കമ്പാരിസൺ താരതമ്യം നടത്തി കഴിഞ്ഞാലും കൺസ്യൂമറിൻ്റെ പ്രിഫറൻസ് കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഈ സ്ട്രോങ് ആക്സിസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺസ് ഒറ്റ നോട്ടത്തിൽ നോക്കാം. അതിൽ ആസ്പെക്ട്സ് അതിലൊന്നത് സ്കോപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് വീക്ക് ആക്സിയത്തിൻ്റെ കാര്യത്തിൽ സിംഗിൾ പെയർ ഓഫ് ചോയ്സ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി, എയും ബിയും മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ സ്ട്രോങ് ആക്സിയത്തിൻ്റെ കാര്യത്തിൽ ഓൾ പോസിബിൾ കമ്പാരിസൺസ് അവിടെ ഉണ്ട്. ട്രാൻസിറ്റിവിറ്റി വീക്ക് ആക്സിയത്തിൽ റിക്വയർഡ് അല്ല, എന്നാൽ സ്ട്രോങ് ആക്സിയത്തിൽ റിക്വയർഡ് ആണ്. ഓക്കെ, പ്രിവെൻറ്റ് സൈക്കിൾസ്, അത് സൈക്കിൾ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ WARP വീക്ക് ആക്സിയം പ്രിവെൻറ്റ് ചെയ്യുന്നില്ല, സ്ട്രോങ് ആക്സിയം പ്രിവെൻറ്റ് ചെയ്യുന്നു, എസ് ആണ്. ഓക്കെ, അടുത്ത റെസ്ട്രിക്റ്റീവ്നെസ്, ഇത് WARP ലെസ് റെസ്ട്രിക്റ്റീവ് ആണ്, എന്നാൽ SARP മോർ റെസ്ട്രിക്റ്റീവ് ആണ്. ബോത്ത് ആക്സിയംസ് ആർ എസെൻഷ്യൽ, അതായത് വീക്ക് ആക്സിയവും സ്ട്രോങ് ആക്സിയവും ഇത് രണ്ടും എസെൻഷ്യൽ ടൂൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ഫോർ ടെസ്റ്റിംഗ് വെദർ ഒബ്സർവ്ഡ് കൺസ്യൂമർ ബിഹേവിയർ, അത് കൺസ്യൂമറിൻ്റെ ഒബ്സർവ് ചെയ്തിട്ടുള്ള ആ ബിഹേവിയർ, അത് കൺസ്യൂമറിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അലൈൻസ് വിത്ത് ദ തിയറി ഓഫ് റാഷണൽ ചോയ്സ്, അതായത് യുക്തിപരമായിട്ടാണോ കൺസ്യൂമർ ചോയ്സ് നടത്തിയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും പ്രയോജനകരമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.